ഹലോ, വെൽക്കം ടു അബിഡ വ്ളോഗ്സ്. പിന്നെ വാട്സാപ്പ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ മഴ ഉണ്ടോ? ഓക്കെ, അപ്പോൾ വീണ്ടും 10 ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും 2-3 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടണം. പക്ഷെ എന്ത് ചെയ്യാൻ നടക്കുന്നില്ല തേങ്ങ. പക്ഷെ നമ്മൾ കളയില്ല അല്ലേ, പാഷനായി പോയില്ലേ. നമ്മൾ മാക്സിമം പറ്റുന്ന ദിവസമൊക്കെ വീഡിയോ ഇട്ടുമ്പോൾ മുന്നോട്ട് പോകും. യെസ്, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോക്ക് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഫസ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകും കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ബാംഗ്ലൂരിലത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നില്ലേ. അപ്പോൾ എൻ്റെ ഒരു കസിൻ പുള്ളിക്ക് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ. അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അതാണ് നമ്മുടെ എവിടെ ചെന്നാലും പോസിറ്റീവ് നെഗറ്റീവ് ആൾക്കാർക്ക് ഉണ്ടാവും. മാക്സിമം നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ മാക്സിമം എല്ലാവർക്കും നല്ല ചെയ്യാം. അതായിരുന്നു ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊക്കെ വിടാം. പിന്നെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷിച്ചോ? അയ്യോ, സിംഗിൾസിനോടല്ലേ? നമുക്ക് യോഗല്ലേ. ഓക്കെ, അതൊക്കെ വിടാം. അപ്പോൾ വാലന്റൈൻസ് ഡേ വെള്ളിയാഴ്ച കൂടി ആയിരുന്നു അല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച ഒബ്വിയസ്ലി സിനിമ റിലീസിംഗ് ആണല്ലോ. ഞാനൊരു മൂവി ലവറും കൂടിയാണല്ലോ. അപ്പോൾ 3 സിനിമയുടെ റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. പൈങ്കിളി, ബ്രൊമാൻസ്, ദാവീദ്. അപ്പോൾ ഏത് ആദ്യം കാണുന്നതായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ മാത്യു, സംഗീത്, ശ്യാം, അപ്പോൾ ആ ഒരു ടീം തന്നെ ഉണ്ട്. സോ ഒബ്വിയസ്ലി ബ്രൊമാൻസിനെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബ്രൊമാൻസ് എന്ന മൂവിയുടെ റിവ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രൊമാൻസിലെ അതന്നെയാണ് ഒരു പറ്റം ബ്രോകളുടെ ഒരു കഥ. അപ്പോൾ അതിൻ്റെ സംവിധായകൻ അരുൺ ഡി ജോസാണ്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പുള്ളിയും പിന്നെ വേറൊരാളും കൂടിയാണ്, പുള്ളിയുടെ പേർക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്യു ഉണ്ട്, ശ്യാമുണ്ട്, സംഗീത് ഉണ്ട്, ബിനു പപ്പു ഉണ്ട്, പിന്നെ കലാഭവൻ ഷാജോൺ ഉണ്ട്, പിന്നെ മഹിമ നമ്പ്യാരുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല കാസ്റ്റൊക്കെ ആയിട്ടാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ അല്ലേ, തല്ലുമാല നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ തല്ലുമാല കണ്ട ആളും പുള്ളി മറക്കില്ല. ആ ഒരു പുള്ളി അങ്ങനത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചില്ലേ, അതൊരു വെറൈറ്റി അനുഭവം തരുന്നു തിയേറ്ററിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ പിന്നെ ഇതിൻ്റെ എഡിറ്റർ ചമ്മൻ ചാക്കോട്ടെ, പുള്ളി എടുത്തു പറയണം, ഞാൻ വരെ പറയാം. അപ്പോൾ ഓക്കെ, സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു ഫൺ റൈഡ് അങ്ങനെയാണ് തോന്നിയത്. അതായത് ഇപ്പോൾ ഒറ്റതിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരം ചിരിക്കാൻ തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തോന്നും ഇവർ എന്തേ കാട്ടിക്കൊണ്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫുൾ ചിരിയാവും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഇവർ എന്തേ കാട്ടുക. അങ്ങനെ ആ ഒരു ഫീലാണ് എനിക്ക് സിനിമ മൊത്തം ഉണ്ടായത്. മോശം സിനിമ നല്ല നല്ല ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഇത് കാരണം എനിക്കതൊരു ആവറേജ് ആയിട്ട് പിന്നെ തോന്നി. പിന്നെ സംഗീതിൻ്റെ പരിപാടി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു കേട്ടോ. സംഗീതം ഒരു രക്ഷയില്ല, ചെങ്കായിട്ട് നാച്ചുറലാണ്. ഓരോ കോമഡി ടൈമിംഗ് ഒന്നും ഒരു രക്ഷയില്ല. എനിക്ക് അവൻ്റെ പെർഫോമൻസ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട്. പിന്നെ അതിൽ നെഗറ്റീവായിട്ട് തോന്നിയ വെച്ചാൽ മാത്യുവിന് എനിക്ക് എന്തോ ഒരു അത്രയും വർക്കായില്ല. അവൻ്റെ ഒരു ഹൈപ്പർ ടെൻഷനൊക്കെയാണ് ക്യാരക്ടർ, എന്നാലും ഭയങ്കര കുറച്ച് ഓവറായ പോലെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. മാത്യുവിൻ്റെ പേര് നസ്രീനായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് ചില ഇടങ്ങളൊക്കെ തോന്നിയ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ അതാണ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മഹിമ നമ്പ്യാർ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ മേക്കിംഗ് എഡിറ്റിംഗ് ആണ് മോനെ, ചമ്മൻ ചാക്കോ തല്ലുമാല ലെവൽ എഡിറ്റിംഗ്, അത് വേറെ ആൾ ചെയ്തു. പക്ഷെ ഇത് എന്തൊരു അടിപൊളിയായിട്ട് ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ്. പിന്നെ അതിൽ സ്റ്റാറിയും പറഞ്ഞ ഒരാളെ വിട്ടു കേട്ടോ, നമ്മുടെ അർജുൻ അശോകൻ, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു കിണ്ണം കാച്ച പ്രകടനം തന്നെ എല്ലാവർക്കും കിട്ടും കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ ഇതിൽ നെഗറ്റീവ് പറയാൻ മാത്യു മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ റോളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ ഷാജോണൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. പിന്നെ ബിനു പപ്പും കോമഡി മാത്രം നല്ല കുറച്ച് സീരിയസും സിനിമയിൽ ചെയ്യുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അവരുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ മാത്യുവിന് മാത്രം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചത്. പിന്നെ സ്ക്രിപ്റ്റ് വലിയ സ്ക്രിപ്റ്റൊന്നും ഇല്ല. മീൻസ് അവർ ഏട്ടനെ രക്ഷിക്കാൻ പോകുന്ന അനിയൻ, അത് നമ്മുടെ അത്ര വലിയ ഫ്രഷ് സ്ക്രിപ്റ്റൊന്നും അല്ല. പക്ഷെ അവർ സ്ക്രിപ്റ്റ് അല്ല ഇവിടെ മെയിൻ, ഇവിടെ കോമഡിയാണ് അവർ ഉദ്ദേശിച്ചത്. അത് ഒരു 60% വർക്കൗട്ടായെന്ന് പറയാം. പക്ഷെ എന്നാലും കുറച്ചൊന്നും വർക്കൗട്ട് ആയിട്ടുമില്ല. കുറച്ചൊക്കെ എന്തായി കാട്ടിക്കൂട്ടാന്ന് അങ്ങനെയും തോന്നി. അപ്പോൾ ഓവറോൾ പറയാച്ച ഒരു ആവറേജ് അനുഭവമായിട്ടാണ്, മീൻസ് ഒരു ആവറേജ് തൊട്ട് മുകളിൽ എന്ന് പറയാം അല്ലേ. അല്ലാതെ വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മേക്കിംഗ് ഡയറക്ടർ നമ്മൾ പറഞ്ഞല്ലോ അരുൺ ഡി ജോസ്. പുള്ളിയുടെ മുന്നത്തെ സിനിമ ജോയൻജോ 18+ ആണ്. ജോയൻജോ എനിക്ക് വർക്കായി, 18+ വർക്കായില്ല. അപ്പോൾ ഇത് ഒരു 60-40 എന്ന് ഞാൻ പറയൂ. 60 ഫണ്ട് വർക്കൗട്ടായി, 40 വർക്കൗട്ടായില്ല. അപ്പോൾ ഇതൊരു ഞാനൊരു ആവറേജിൽ പെടുത്താം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ മൂവിയുടെ എനിക്കൊരു ഒപ്പീനിയൻ കേട്ടോ. റിവ്യൂ ആയിട്ടൊന്നും എഴുതണ്ട, അത്ര എക്സ്പീരിയൻസ് ഒന്നും റിവ്യൂ ഉണ്ട്. പക്ഷേ ഇതൊരു ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി പൈങ്കിളിയും ദാവീദും കൂടി കാണുന്നുണ്ട്, നടക്കുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.